നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി, ആർട്ടിക്കിൾ 16(4). അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏത്? തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ശരി, ഉത്തർപ്രദേശ്, തെലുങ്കാന. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി? ഓപ്ഷൻ ബി ആണ്, PK തുങ്കൻ കമ്മിറ്റി. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ശരി, 6 ആണ്. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ശരി, 3. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ആണ് ശരി, കൺകറന്റ് ലിസ്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6 ഇന്ത്യൻ പാർലമെൻറ്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. തെറ്റാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ലോകസഭയിലെ രാജ്യസഭയിലെ അംഗമല്ല. അത് ശരിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. ശരിയാണ്. പാർലമെൻറ്റ് എന്ന പദം ഉത്ഭവിച്ചത് പാർലർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ്. അത് തെറ്റാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉം. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 26. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയല്ലാത്തത് ഏതാണ്? 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായി ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കുകയും അത് അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി 26 ജനുവരി 1950 ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചു. അത് തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബറിൽ നടന്നു. അത് ശരിയാണ്. അപ്പം തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരി, ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരൻ്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേര്? ഓപ്ഷൻ സി ആണ് ശരി, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത? ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്, നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്. ബാക്കിയെല്ലാം ഉൾപ്പെടുന്നതാണ്. നിയമലംഘനത്തിനല്ലാതെ ഒരാളെയും ശിക്ഷിക്കരുത്. നിയമത്തിൽ പറയുന്നതിനേക്കാൾ വലിയ ശിക്ഷ നൽകരുത്. ഒരു നിയമലംഘനത്തിന് 1-ൽ കൂടുതൽ തവണ ശിക്ഷിക്കരുത്. ഇതെല്ലാം അനുച്ഛേദം 20 ഉൾപ്പെടുന്നവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ലോകസഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അത് തെറ്റാണ്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാക്കി തീർത്തു. ശരിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ശരിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. അതും ശരിയാണ്. അപ്പം തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയാക്കിയാണ് സ്വീകരിച്ചത്. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 10 മൗലിക കടമകളാണുള്ളത്. തെറ്റാണ്.
മൗലിക കടമകളിൽ തുല്യമായ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പു നൽകുന്നത് തെറ്റാണ്. മൗലിക കടമകൾ അനുച്ഛേദം 51A യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ശരിയാണ്. അപ്പം തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം.